ഹായ് ഗൈസ്, കുറേ ആയില്ലേ കണ്ടിട്ട്. അന്ന് 1 മന്തോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ എക്സാമും അങ്ങനത്തെ തിരക്കൊക്കെ ആയിട്ട് എക്സാമിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുത്ത് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ടെൻഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇടാം എന്ന് വെച്ചിട്ട്. അങ്ങനെ ഇപ്പം ദോശയൊക്കെ ചുട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഇന്നത്തെ എന്ന് വെച്ചാൽ ടേബിളൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ടേബിളൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി ഞങ്ങൾ ഇരിക്കുക. അപ്പം ഈ വീഡിയോ എന്താ വെച്ചാൽ ലാബ് എക്സാമിൻ്റെ വീഡിയോ. ലാബ് എക്സാമും നമുക്കിനി എഴുതുന്ന പബ്ലിക് എക്സാമും അതിനകത്ത് ഇനി എങ്ങനെ പഠിക്കാം എന്നുള്ളത് നോക്കാം. എങ്ങനെ അതിൻ്റെ സ്റ്റഡി പ്ലാനൊക്കെ പറയുന്നൊരു വീഡിയോ ഇത് ഗൈസ്. ആദ്യം തന്നെ നമുക്ക് ലാബ് എക്സാമിനെ കുറിച്ച് പറയാം. ലാബ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പൊതുവേ കുഴപ്പമില്ലായിരുന്നു എന്ന് വേണം പറയാൻ. കുഴപ്പമില്ലായിരുന്നു എന്നാൽ ഈസി ആയിരുന്നു ചോദിച്ചാൽ ഈസി ആയിരുന്നു, എന്നാൽ ഈസി അല്ലേ ചോദിച്ചാൽ അല്ല, കടുപ്പമില്ലായിരുന്നു എന്നാൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. ആൻഡ് എന്താ ലാബ് എക്സാം മാത്സ്, ആദ്യം മാത്സിൻ്റെ പറയാം. മാത്സ് കുഴപ്പമില്ലായിരുന്നു. മാത്സ് കുഴപ്പമില്ല. ക്വസ്റ്റ്യൻസ് കുറച്ച് ഈസി അല്ല എന്നാൽ പിന്നെ ഹാർഡും അല്ല, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ചെയ്യാൻ പറ്റിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു കെമിസ്ട്രി. പിന്നത്തെ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം എനിക്ക് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാൻ പറ്റിയായിരുന്നു. എൻ്റെ ബാച്ചിലുള്ളവർക്ക് കുറച്ച് കടുപ്പായിരുന്നു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഫിസിക്സ് ഒരു വാല്യൂൻ്റെ എനിക്കൊരു ഇതായിരുന്നു. കാരണം എനിക്ക് ഗ്രാഫും ചെയ്യാനുണ്ടായിരുന്നു, കാൽക്കുലേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ കാൽക്കുലേഷനും ഗ്രാഫും കൂടി കുറച്ചൊരു വാല്യൂവിന് കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുമാത്രം എനിക്കൊരു തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു, വാല്യൂവിനുള്ളൊരു പ്രശ്നം. അത് ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബോട്ടണിയും സുവോളജിയും അങ്ങനെ കുഴപ്പമില്ലായിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ. സുവോളജിയും ഞാൻ വിചാരിച്ച ബോട്ടണിയാണ് കുറച്ചും കൂടെ കടുപ്പമുണ്ടാകുന്നത്. പക്ഷേ സുവോളജി ആയിരുന്നു എനിക്ക് ഒരു ഇതുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയായിരുന്നു എക്സാമിൻ്റെ തിരക്ക്. അതുകൊണ്ട് ഈ ഫോട്ടോസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് അങ്ങനെ. അപ്പോൾ ഇനി നമുക്കിനി സ്റ്റഡി പ്ലാനിലേക്ക് വരാം. നമുക്ക് ഇപ്പോൾ മോഡൽ എക്സാമുണ്ട്, ഫൈനൽ എക്സാമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് മോഡൽ എക്സാമിനെ കുറിച്ചാണ്. ഫൈനൽ എക്സാമിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും, അടുത്ത വീഡിയോ ആയിരിക്കും. എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ ഭയങ്കര ലോങ് ആയി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ഞങ്ങൾക്ക് തുടങ്ങുന്നത് 17-ാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എനിക്കൊന്ന് എല്ലാവർക്കും 17-ാം തീയതി തന്നെ തുടങ്ങുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ഇത് വെച്ചിട്ട്. അപ്പം സയൻസ് ഇതിൽ 17-ാം തീയതിയാണ് തുടങ്ങുന്നത്. ബാക്കി എനിക്കറിയത്തില്ല എങ്ങനെയാണ്. അപ്പോൾ മോഡൽ എക്സാം തുടങ്ങുന്നത് 17-ാം തീയതിയാണ്. 17 തൊട്ട് 24 വരെ. ഫെബ്രുവരി 8-നാണ് ഞാനിത് എഴുതുന്നത്. 16 വരെ ഞാൻ നോക്കുന്നത്. അപ്പം 8 തൊട്ട് 16 വരെ എന്ന് വെച്ചാൽ 8 ദിവസമുണ്ട് നമുക്ക്. അപ്പോൾ ആ 8 ദിവസം ഇങ്ങനെ പഠിക്കാമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ തുടങ്ങിയിട്ടില്ല സംഭവം. മോഡൽ എക്സാം അല്ല, ലാബ് എക്സാമിന് ലാബിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളത്. ബാക്കി തിയറി കാര്യങ്ങളൊന്നും നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ലാബ് നല്ല വൃത്തിക്ക് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് ലാബ് മാത്രം നോക്കിയത്. അപ്പം 8 ദിവസം നമുക്കിനി ബാക്കിയുള്ളത്. 8ഉം ഇല്ല, ഇത് ഇപ്പം ഞാൻ 8-ാം തീയതി ഇടാൻ പോകുന്നു. 8-ാം തീയതി തൊട്ടാണ് ഉള്ളത്. അപ്പം 8-ാം തീയതി തൊട്ട് 8 ദിവസം. ഇനിയിപ്പം കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ടൈം കുറഞ്ഞു വരും. അപ്പോൾ എല്ലാവരും വേഗം നോക്കുക. അപ്പം 8 ദിവസമാണ് നമുക്കുള്ളത്. 17 തൊട്ട് 24 വരെ എക്സാം ഉണ്ട്. അപ്പോൾ പബ്ലിക്കിന് നമുക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാലും മോഡൽ കഴിഞ്ഞാലും. അപ്പോൾ 17-ാം തീയതി നമുക്ക് ഇംഗ്ലീഷാണ് ഉള്ളത്. അതുപോലെ തന്നെ 18-ാം തീയതി നമുക്ക് കെമിസ്ട്രി, 19-ാം തീയതി മാത്സ്, 20-ാം തീയതി മലയാളം, 23-ന് ബയോളജി, 24-ന് ഫിസിക്സ്, അങ്ങനെയുള്ളത്. അപ്പം 8-ാം തീയതി ഇന്ന് തൊട്ട് നോക്കിയാൽ 8-ാം തീയതി 8 തൊട്ട് 8ഉം 9ഉം മാത്സ് പഠിക്കാമെന്നാണ് വെച്ചത് ഞാൻ. പിന്നെ അതുപോലെ തന്നെ 10ഉം 13ഉം കെമിസ്ട്രി, 14 തൊട്ട് 15 വരെ ഫിസിക്സ്, 16-ാം തീയതി ഇംഗ്ലീഷ്. കാരണം ഇംഗ്ലീഷ് 17-ാം തീയതി, അതുകൊണ്ട് 16-ാം തീയതി ഇംഗ്ലീഷ് വെച്ചു. അപ്പോൾ 8ഉം 9ഉം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ടു ഡു ലിസ്റ്റ് പോലെ ഇരിക്കും. അതായത് അന്നത്തെ ദിവസം നമ്മൾ എത്ര ടോപ്പിക്ക് കവർ ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ട് അന്നത്തെ ഞാൻ സ്റ്റഡി വീഡിയോസ് ഇടാൻ നോക്കാം. സ്റ്റഡി ചലഞ്ചിനായിട്ട് നോക്കാം. പിന്നെ 8 തൊട്ട് 9-ാം തീയതി വരെ മാത്സ് ആയതുകൊണ്ട് 8-ാം തീയതി 6ഉം 7ഉം 12-ാമത്തെ ചാപ്റ്ററും അങ്ങാണ്ട് പഠിക്കാൻ പോകുന്നത്. 12-ാമത്തെ ചാപ്റ്റർ ലീനിയർ
പ്രോഗ്രാമിങ് അത് നോക്കാം എന്ന് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ ബാക്കി ചാപ്റ്റേഴ്സും അതുപോലെ 10ഉം 13ഉം കെമിസ്ട്രി. ആ 3 ദിവസം ഇത്രയും ചാപ്റ്റേഴ്സാണ് നോക്കാമെന്ന് വെച്ചാൽ ഒരു ദിവസം 3 ചാപ്റ്റേഴ്സെങ്കിലും വെച്ച് നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് എത്തത്തില്ല. 14, 15 ഫിസിക്സാണ് നോക്കുന്നത്. അപ്പം 14-ാം തീയതി 2, 3, 4 ചാപ്റ്റേഴ്സും 15-ാം തീയതി 5ഉം 7ഉം 8ഉം അങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ 6 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തോന്നുന്നു. അത് ഞാൻ ഓൾറെഡി പഠിച്ചു, അതാണ് ഞാനത് വിട്ടത്. അങ്ങനെ അപ്പോൾ മൊത്തത്തിൽ അങ്ങനെയുള്ള മൊത്തം ടൈറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക. കാരണം നമുക്കിനി സമയമില്ല, ദിവസങ്ങളില്ല. അപ്പം ഉള്ള സമയം നല്ല രീതിക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഇതാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റഡി ചലഞ്ച് വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു. അപ്പം നിങ്ങളെല്ലാവരും കാണുക, പഠിക്കുക, ഉള്ള സമയത്ത് പഠിക്കാൻ നോക്കുക. താങ്ക് യു. ടാറ്റാ.